നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കാറ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫ്രീഡവും എടുക്കുന്നത് അവരുടെ മുന്നിൽ മാത്രമാവും നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്. ദേഷ്യമുള്ള സമയത്ത് അവരോട് പൊട്ടിത്തെറിക്കുക വരെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരുടെ മുന്നിലാണ് നമ്മുടെ എല്ലാ ക്യാരക്ടറും നമ്മൾ പുറത്തെടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ആൾക്കും ഇതേ ഫീല് നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ദേഷ്യമൊക്കെ അവർ മനസ്സിലാക്കും. നിങ്ങൾക്ക് വയ്യാത്ത ടൈമിലൊക്കെ നിങ്ങൾ വല്ലാതെ ചൂടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ അത് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് അവൾ ഭയങ്കര സ്ട്രെസ്സിലാണെന്നുള്ളത് അവർ മനസ്സിലാക്കും. അല്ലാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വയ്യെങ്കിലും നിങ്ങൾ എത്ര സ്ട്രെസ്സിലിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മാനസിക നില ശരിയല്ലെങ്കിലും അവർ നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. നിങ്ങളെത്ര അവരോട് ദേഷ്യപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ട് പോലും കാര്യമില്ല. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഇറക്കി വെക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ആളെ നിങ്ങൾ മുറുകെ പിടിക്കണം. ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ തന്നെ അയാളെ നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച വ്യക്തി ആ ആളാണ്. നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ അയാൾക്ക് ഉണ്ടാവണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാലേ ലൈഫ് നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അല്ലാത്തവരും ജീവിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഇങ്ങനെ അടിയും വെറുപ്പും ദേഷ്യവും അങ്ങനെ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അധികം ദേഷ്യവും അടിയൊന്നും ഇല്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ എവിടെയും ഉണ്ടാവും. എത്ര ഇഷ്ടമുള്ളവരുടെ ഇടയിലും കുഞ്ഞു കുഞ്ഞു ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത് വലിയ വലിയ പിണക്കങ്ങളും അടി കുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് പരസ്പരം മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഇടയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ളവർ പരസ്പരം ഒന്നിക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. പരസ്പരം ഇഷ്ടമില്ലാതെ എന്തിനാണ് വെറുതെ ഒരു ലൈഫ് ഇങ്ങനെ വെറുതെ കളയുന്നത്? രണ്ടാളുടെ ലൈഫും വെറുതെ പോവും. ഇന്നത്തെ കാലത്ത് ഉള്ള ഒട്ടുമിക്ക കപ്പിൾസും ഇതുപോലെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ കെയർ ചെയ്യാതെ വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ ചിലർ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിച്ച് തീർക്കുന്നവർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് ലൈഫിന് ശേഷം സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യർക്ക് മറ്റൊരു മനുഷ്യനെ മടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും അയാളെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യമാരെപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാർക്ക് അവരുടെ വില മനസ്സിലാവില്ല. തിരിച്ചങ്ങോട്ടും വില മനസ്സിലാക്കാത്ത ഭാര്യമാരും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടെ എപ്പോഴും ഇങ്ങനെ അവരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവരെ ഒരു വില ഉണ്ടാവില്ല. അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു മൈൻഡായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ നമ്മളെ മനസ്സിലാക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന, നമ്മുടെ സ്വഭാവം ഫുള്ളായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന, നമ്മൾ എന്തെന്നെ പറഞ്ഞാലും ക്ഷമയോടെ കേട്ട് നിൽക്കുന്ന ഒരാളാണ് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ അവരെ മുറുകെ പിടിക്കാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. നമ്മളെ മനസ്സിലാക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ സ്നേഹിക്കുക, പരിഗണിക്കുക, അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. അവർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെ തിരിച്ചും സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നല്ല സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അവർക്കൊരു കത്തൊക്കെ എഴുതി കൊടുക്കുക. എന്നിങ്ങനെ മനസ്സിലാക്കുന്നതിന്, എന്നെ ക്ഷമിച്ച് കേൾക്കുന്നതിന് നിന്നോട് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഹാപ്പി ആക്കി വെക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫ് വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.